ഇതിൽ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഭർത്താവിന് മറ്റൊരു അവിഹിതമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അവിഹിതം എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരം തന്നെ നടന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. ഇപ്പോൾ മക്കളുണ്ട്, പിന്നെ എന്നാൽ ഭർത്താവിൻ്റെ ഉമ്മയും അതുപോലെ പെങ്ങന്മാരും ഒന്നും ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഇവരെ പോകാൻ സമ്മതിക്കണില്ല എന്നാണ് പറയണത്. അവർ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, എൻ്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോണില്ല. അയാൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ പണ്ടത്തെ പോലെ എനിക്കാകാൻ കഴിയുന്നില്ല എന്നാണ്. അതായത് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ വെച്ചാൽ, സ്ത്രീകൾ ഒരു വിവാഹം കഴിഞ്ഞാൽ അവർ പരമാവധി തനിക്ക് അള്ളാഹു വിധിച്ച ഒരു പുരുഷനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കും. പക്ഷേ അവിഹിതങ്ങൾ അവർക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തൻ്റെ ഭർത്താവ് താനല്ലാത്ത ഒരു സ്ത്രീയെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് പലപ്പോഴും ബഹുഭാരിത്വം പോലും എന്താവുന്നത്, എത്ര ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്, ഇത് 20 കൊല്ലം കാത്തിരുന്നിട്ട് മക്കൾ ഉണ്ടാവാഞ്ഞിട്ടാണ് അയാളൊരു വിവാഹം കഴിച്ചത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യത്തെ ഭാര്യ കംപ്ലൈൻറ്റ് പറയുന്നത്. അതൊരു ന്യായമായ കാരണമാണ്. അയാൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഇവർക്കും കൂടി ഒരു കുട്ടി ഉണ്ടാകുന്ന പോലെ അനുഭവം. അപ്പോൾ പൊതുവെ അത് മറ്റൊരു സ്ത്രീയെ ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയാത്തൊരു സ്ത്രീക്ക് എങ്ങനെയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഒരു അവിഹിതത്തെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പം അത് സംഭവിക്കുന്നതോട് കൂടെ എന്ത് ചെയ്തു, ആ ബന്ധം സത്യത്തിൽ മുറിഞ്ഞു. ചില ആളുകൾ നമ്മുടെ സംശയം ചോദിക്കലുണ്ട്, ഒരാളിൽ വ്യഭിചാരം സംഭവിച്ചാൽ ഇവിടെ ത്വലാഖാകുമെന്ന് ചോദിക്കലുണ്ട്. ഇതിപ്പോൾ ഒരു വിവാഹിതനായ ഒരു വ്യക്തി ഒരു വ്യഭിചാരം നടത്തി, അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ത്വലാഖ് സംഭവിക്കുമോ എന്ന് ചോദിക്കലുണ്ട്. സത്യത്തിൽ അങ്ങനെ സംഭവിക്കണില്ല. ത്വലാഖിന് വേറെ കാരണങ്ങൾ വേണം. ത്വലാഖിന് വേറെ ഇപ്പം അവിഹിതം സംഭവിച്ചുകൊണ്ട് ത്വലാഖ് ആവശ്യപ്പെടാം. അങ്ങനെ ത്വലാഖ് പിന്നെ നടക്കണം. അല്ലാതെ സ്വാഭാവികമായിട്ട് ഒരാൾ വ്യഭിചരിച്ചാൽ ത്വലാഖ് പോകില്ല. അപ്പൊ അങ്ങനത്തെ ചോദ്യം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, അയാളിൽ അങ്ങനെ ഒരു അവിഹിതം സംഭവിക്കുന്നതോട് കൂടെ എന്ത് ചെയ്തു, സത്യത്തിൽ അയാളുടെ ആദ്യ ഭാര്യ ഇല്ലാതാവുന്ന പോലെയാണ് അതിന്റെ കാഴ്ചപ്പാട്. അത്ര മാരകമാണ്. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ ഒരു വ്യഭിചാരം മാത്രമല്ല, നമ്മുടെ ഫോണിൽ സംശയാസ്പദമായ ഒരു കാര്യം നമ്മുടെ ഭാര്യ കണ്ടാൽ ആ ബന്ധം അവിടെ മുറിഞ്ഞു. അത് തിരിച്ചു അങ്ങനെ തന്നെയാണ്. എത്ര വലിയ ബഹുമാനമാണ് ഒരു ഭർത്താവിനോട് ഭാര്യയ്ക്ക്. ഭയങ്കരമായ റെസ്പെക്റ്റാണ്. അപ്പം നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളെടുത്ത് വളരെ മോശമായ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, വളരെ മ്ലേച്ഛമായ ഒരു ദുഷ്പ്രവൃത്തി അയാൾ ചെയ്തു എന്ന് പറയുമ്പോൾ ആ കോട്ട ഒന്നാകെ ഇടിഞ്ഞു പോവുകയാണ്. ഇപ്പം നമ്മുടെ ഒരു ഗുരുനാഥൻ, അല്ലെങ്കിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ഇവരൊക്കെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു പറഞ്ഞാൽ പിന്നെ അവിടെ ആ വാപ്പ എന്നുള്ള ഇത് ബഹുമാനം അവിടെ നിലനിൽക്കൂല. ഉമ്മ എന്നുള്ള ആ പദവി അവിടെ നിലനിൽക്കൂല. അതേപോലെ തന്നെയാണ് ഭർത്താവിനടുത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചു പറഞ്ഞാൽ പിന്നെ അത് നിൽക്കൂല, അതവിടെ തീരും. അതാ സംഭവിക്കണം.